ലോർഡ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. പ്രൈസ് ലോർഡ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ പ്രൈസ് ലോർഡ് ധ്യാനചിന്ത ഇടുന്നതിന് മുമ്പ് ഒരു ചെറിയ വാക്യം, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വാക്യമെങ്കിലും ഒരു ദിവസം നമ്മൾ കാണാതെ പഠിക്കണം. ചിലപ്പോൾ ദൈവം തരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നത്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, നാം ക്രിസ്തുവിനെ സേവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ വിളിക്കപ്പെട്ട നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അനേകരും പറയും, ദൈവവുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയപ്പോൾ പറയുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മാത്രം പോരാ, മനുഷ്യർക്ക് കൊള്ളാകുന്നവർ ആയിരിക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക്, കൂടെ വസിക്കുന്നവർക്ക്, നമ്മുടെ കൂട്ടാളിക്ക് നാം കൊള്ളാകുന്നവരാണോ? ഹല്ലേലൂയ. മനുഷ്യർക്ക് കൊള്ളാകുന്നവരായിരിക്കണം. കുരിശിന് വേർട്ടിക്കൽ ലിംബുണ്ട്, ഹൊറിസോണ്ടൽ ലിംബുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വേർട്ടിക്കൽ ബന്ധം കൊണ്ട് മാത്രം കാര്യമില്ല, സമശിഷ്ടങ്ങളുമായിട്ട് മനുഷ്യർക്ക് കൊള്ളാവുന്നവരായിരിക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കേണ്ടത് നാം എന്ത് ചെയ്യണം? സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. പ്രൈസ് ലോർഡ്. എനിക്കറിയാം, നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും ആത്മീയമായ ഒരു വർധനവ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്, എനിക്കറിയാം. പ്രൈസ് ലോർഡ്. അനേക ദിവസങ്ങളിൽ ഹല്ലേലൂയ വചനം പഠിക്കുന്നതും എഴുതിയെടുക്കുന്ന കാര്യമൊക്കെ എന്നോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് UK നിന്നുള്ള അനേകരുടെ ഫോൺ എനിക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമുക്കെല്ലാം ആത്മീയ വർധന പ്രാപിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിന് നാം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കണമേ, പരിശുദ്ധാത്മാവ് എഴുതി വെക്കുന്ന ഓരോ, ഞങ്ങളുടെ പാസ്റ്റർ എപ്പോഴും പറയുന്ന വചനത്തിലെ ഒരു കുത്തിനും കോമയ്ക്കും പോലും അർത്ഥമുണ്ടെന്ന്. ഇവിടെ പറയുന്നു, സമാധാനത്തിനും ശ്രമിച്ചു കൊള്ളണം. പ്രൈസ് ലോർഡ്. സമാധാനം ഉണ്ടാക്കുന്നവരാണല്ലോ ഭാഗ്യവാന്മാർ. അതിന് നമുക്ക് ശ്രമിക്കാം. ഇന്ന് പകൽക്കാലം അല്പനേരത്തെ വചനധ്യാനത്തിനായിട്ട് യെരമ്യാവ് 9:20. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ആദ്യ ഭാഗം മാത്രം. യെരമ്യാ ചാപ്റ്റർ 9:20. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പി, നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. ഓപ്പൺ യുവർ ഇയേഴ്സ് ടു ദ വേർഡ്സ് ഓഫ് ഹിസ് മൗത്ത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓപ്പൺ യുവർ ഇയേഴ്സ് ടു ദ വേർഡ്സ് ഓഫ് ഹിസ് മൗത്ത്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്, നമ്മുടെ മനോഭാവത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ മനോഭാവമാണ് നമുക്ക് അതിനുള്ള ഫലം കൊണ്ടുവരുന്നത്. നാം ദൈവവചനം കേൾക്കുമ്പോൾ അത് മാനുഷിക വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ കൈക്കൊള്ളണം. നാം ആണ് ആ വചനം പ്രോപ്പഗേറ്റ് ചെയ്യേണ്ടത്, പരത്തേണ്ടത്, അല്ലേ? പക്ഷെ അത് ഒറിജിനേറ്റ് ചെയ്തത് ദൈവത്തിൽ നിന്നാണ്. ഇന്ന് പലപ്പോഴും പ്രസംഗകരെ നോക്കി മാർക്കിട്ട് അതിന് വിലയിട്ട് നമ്മൾ ആ വചനങ്ങളെ അങ്ങനെ അങ്ങ് എടുക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ആര് സംസാരിച്ചാലും നാം കേൾക്കുന്നത് മാനുഷിക വചനമായിട്ടല്ല, ദൈവീയ വചനമായിട്ട് നാം ഏറ്റെടുത്താൽ അത് നമുക്ക് അനുഗ്രഹമാണ്, നമുക്ക് വിടുതല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ. പ്രൈസ് ലോർഡ്. ബെറോവയിലെ വിശ്വാസികളെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യണം. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വേദപുസ്തകം ബൈബിളിനെ കുറിച്ച് നാം 4 കാര്യം അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് അതോറിറ്റേറ്റീവ്, ആധികാരികതയുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എല്ലാവർക്കും വിസ്മയമുണ്ടായി,
ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ചുറ്റുമുള്ള അന്ധകാര മണ്ഡലങ്ങൾ വചനം തിരിച്ചറിയും. എന്നിട്ട് ദൈവത്തിൻ്റെ ആധികാരികത്വം മനസ്സിലാക്കി അതിന് കീഴ്പ്പെട്ട് അമർന്നിരിക്കും. എല്ലാ പൈശാചിക തന്ത്രങ്ങളും വചനത്തിന് കീഴ്പ്പെട്ടിരിക്കും. വചനം അതിന്മേൽ അതോറിറ്റി എടുക്കും. സോ സ്റ്റാൻഡ് ഓൺ ഇറ്റ്, സ്റ്റാൻഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, സ്റ്റാൻഡിങ് ഇൻ ദ പ്രോമിസസ് ഓഫ് ലോർഡ്, അല്ലേ? ആ വചനത്തിൽ നാം സ്റ്റാൻഡ് ചെയ്യണം. രണ്ടാമത്, ഇറ്റ് ഈസ് ക്രിയേറ്റീവ്. വചനം സൃഷ്ടിക്കുന്നതാണ്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്ന്. ഭൂമിയിൽ കാണുന്നതെല്ലാം ഉളവായത് അവൻ്റെ വായിലെ വചനത്താൽ ഉളവായതാണ്. ദൈവത്തിന് ആയതിനാൽ അതെല്ലാം കാണുന്നത്, ഈ കാണുന്നതെല്ലാം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുകയോ വിയർക്കുകയോ ഒന്നും ആവശ്യമായിരുന്നില്ല. ഹി ജസ്റ്റ് ഹാസ് ടു സേ ഇറ്റ് ആൻഡ് ഇറ്റ്സ് ഡൺ. സോ നാമും എന്ത് ചെയ്യണം? സോ സ്പീക്ക് ഗോഡ്സ് വേർഡ്. ഹല്ലേലൂയ. മൂന്നാമത്, ഇറ്റ് ഈസ് ഇഫക്റ്റീവ്. വചനം ഇറ്റ് ഈസ് ഇഫക്റ്റീവ്. വചനം ഫലമുളവാക്കുന്നതാണ്. വചനം റിസൾട്ട് കൊണ്ടുവരുന്നതാണ്. അത് പ്രയോജനമുള്ളതാണ്. യെശയ്യാവ് 55:11, ഐസായ 55:11 ഇങ്ങനെ പറയുന്നു: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ദൈവം സംസാരിക്കുന്ന ഓരോ വാക്കും ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ്. അവൻ്റെ ഹിതം അനുസരിക്കുക തന്നെ. അതായത് വചനം ദൈവം എന്തുദ്ദേശിക്കുന്നോ അത് അക്കംപ്ലിഷ് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. വചനം ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ഗോഡ്സ് വിൽ, ഹിസ് സ്ട്രാറ്റജി ആൻഡ് ഹിസ് ടൈമിങ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സോ പുട്ട് ഗോഡ്സ് വേർഡ് ടു വർക്ക്. പ്രൈസ് ദ ലോർഡ്. നാലാമത്, ഇറ്റ് ഈസ് ഡൈനാമിക്. പ്രൈസ് ദ ലോർഡ്. വചനം ഭയങ്കര ശക്തിയുള്ളതാണ്. ഈ ഡൈനാമിക് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ഡൈനാമോ, പവർ ജനറേറ്റ് ചെയ്യുന്ന ഡൈനാമോ ആ വാക്കുളവായത്. യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അപ്പം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, വി ഷുഡ് സ്റ്റാൻഡ് ഓൺ ഗോഡ്സ് വേർഡ്, വി ഷുഡ് സ്പീക്ക് ഗോഡ്സ് വേർഡ്, വി ഷുഡ് പുട്ട് ഗോഡ്സ് വേർഡ് ടു വർക്ക്. എന്ത് പറ്റും? ഡൈനാമിക് റിസൾട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. നാം വചനത്തെ സ്വീകരിക്കുന്നതനുസരിച്ച് വചനം ലൈഫ് ചേഞ്ചിങ് റിസൾട്ട്സ് പുറത്തു കൊണ്ടുവരും. അതായത് വചനം വെറുതെ ഇരിക്കത്തില്ല, വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെ നാം വായിക്കുമ്പോൾ, ജോൺ 16:12-15, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ദൈവമത്ര വിശ്വസ്തൻ, നമ്മെ സ്നേഹിക്കുന്നവൻ. ദൈവവചനം വിശ്വസിക്കുന്നവരെ ഗൈഡ് ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ആലോചന ഉയരത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തുടർമാനമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. ഇന്ന് മാത്രമല്ല, കണ്ടിന്യൂസ് ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. യെശയ്യാവ് 58:11 ഇങ്ങനെ വായിക്കുന്നു:
യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും, എല്ലായ്പ്പോഴും എന്നുള്ള വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ ഹല്ലേലൂയ. യഹോവ കണ്ടിന്യൂലി, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അതിരാവിലെ സമയം നമുക്കതുകൊണ്ട് ചേർന്ന് ഈ വാക്യമൊന്ന് പറയാമോ? ലൂക്കോസ് 1:78-79. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം, നന്ദി പറയാം. തൻ്റെ വചനത്തിൽ കൂടി, പരിശുദ്ധാത്മാവിൽ കൂടി, പുത്രനാം ദൈവത്തിൽ കൂടെ നമുക്ക് തരുന്ന ആലോചന നമ്മെ സമാധാന മാർഗത്തിൽ നടത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അറിയുന്ന, കാണുന്ന, സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ രാവിലെ കാലവും കർത്താവേ, സമാധാന മാർഗത്തിൽ ഞങ്ങൾ നടക്കേണ്ടതിന് നീ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി തീരട്ടെ. ആയതിനാൽ ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് മാത്രമല്ല കർത്താവേ, സമാധാനമുണ്ടാക്കുന്നവരായി ജീവിപ്പാൻ്റെ ഗുണം, ഞങ്ങളുടെ സമാധാനത്തിനുള്ളതും അറിഞ്ഞെടുപ്പാൻ്റെ ഗുണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യുമല്ലോ, വചനം ഞങ്ങളെ ഗൈഡ് ചെയ്യുമല്ലോ, പുത്രനാം ദൈവം ഞങ്ങളെ ഗൈഡ് ചെയ്യുമല്ലോ കർത്താവേ. ഞങ്ങളിൽ ഉൾനട്ട വചനം, ശക്തിയുള്ള വചനം കർത്താവേ, ഫലം കൊണ്ടുവരുന്ന വചനം കർത്താവേ, ആ സംസാരിക്കുന്ന വചനം കർത്താവേ, ഹല്ലേലൂയ. വരണ്ട നിലത്തിൽ ഞങ്ങളുടെ വിശപ്പടക്കി കർത്താവേ, ഞങ്ങളുടെ ചുറ്റുമുള്ള സകല അന്ധകാരാധിപത്യങ്ങളുടെ മേലും ജയത്തോടെ ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം പര്യാപ്തമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സകലത്തെയും സൃഷ്ടിക്കുന്നതും ഉളവാക്കുന്നതുമാകിയാൽ ഇന്ന് പകൽക്കാലം ഈ അതിരാവിലെ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ശൂന്യതയുണ്ടോ, എവിടെയൊക്കെ പണിയപ്പെടേണ്ടതായിട്ടുണ്ടോ, എവിടെയൊക്കെ ഒരു നിറവ് ആവശ്യമുണ്ടോ കർത്താവേ, ഹല്ലേലൂയ. വി സ്പീക്ക് ഗോഡ്സ് വേർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നിറയ്ക്കുന്ന, ദൈവത്തിൻ്റെ വചനം ശക്തിപ്പെടുത്തുന്ന വചനം, ഫലം കൊണ്ടുവരുന്ന വചനം കർത്താവേ, ഹല്ലേലൂയ. ക്രിയ ചെയ്യുവാൻ്റെ കൊണ്ടൊന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.